ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം കെതൂറയെ കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിലെ സ്ത്രീരത്നങ്ങളെക്കുറിച്ച്, വേദപുസ്തകത്തിലെ സ്ത്രീരത്നങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിൻ്റെ മൂന്നാമത്തേതായ ഭാര്യയായ കെതൂറയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. കെതൂറയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് കെതൂറ എന്ന ബൈബിളിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. കെതൂറ മറ്റാരുമല്ല, അബ്രഹാമിൻ്റെ മൂന്നാമത്തേതായ ഭാര്യയാണ്. മൂന്നാമത് അബ്രഹാം തൻ്റെ ഭാര്യയായി സ്വീകരിച്ചതായ ഒരു സ്ത്രീയാണ് കെതൂറ. അവളെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം വാക്യത്തിൽ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രവുമല്ല, ദിനവൃത്താന്തം 1-ന്റെ 32-ലും അവളെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെതൂറ എന്നു പേര്. അവൾ സിമ്രാൻ, യോഷാൻ, മേധാൻ, മിഥ്യാൻ, ഇഷ്ബാഖ്, ഷൂവഹ് എന്നിവരെ പ്രസവിച്ചു. എപ്പോഴാണ് അബ്രഹാം കെതൂറയെ ഭാര്യയായി സ്വീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം. അബ്രഹാമിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറ മരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ സാറ മരിച്ചതിന് ശേഷമാണ് ഇസഹാക്കിന് റിബേക്കയെ എലിയാസറിനെ കൊള്ളിച്ച് കണ്ടെത്തുന്നത്. അങ്ങനെ റിബേക്കയെ വിവാഹം കഴിച്ചു. അതായത് തൻ്റെ മാതാവ് മരിച്ച ദുഃഖത്തിൽ ആയിരുന്നു ഇസഹാക്ക്. ആ ദുഃഖത്തിൽ നിന്ന് ആ ദുഃഖം മാറിക്കിട്ടുവാൻ ഇടയായത് റിബേക്കയുടെ വിവാഹത്തോടു കൂടിയായിരുന്നു. റിബേക്കയെ ഇസഹാക്ക് തൻ്റെ സാറയുടെ കൂടാരത്തിൽ കൊണ്ട് പാർക്കുകയും അവിടെ വെച്ച് പരിഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. ആ വിവാഹത്തോടു കൂടിയാണ് മാതാവ് മരിച്ചതിൻ്റെ ദുഃഖം ഇസഹാക്കിന് മാറുവാൻ ഇടയായി തീർന്നത്. എന്നാൽ റിബേക്കയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ താമസിച്ചു. 20 വർഷത്തോളം കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നു. അപ്പോൾ അബ്രഹാം വളരെയധികം പ്രയാസപ്പെട്ടു. തനിക്ക് ഇനി തൻ്റെ പരമ്പര നിലനിർത്തുവാനായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, ഇസഹാക്ക് വഴി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, റിബേക്ക വഴി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പരിഭ്രമിച്ചിട്ട് അബ്രഹാം തൻ്റെ പരമ്പര, തൻ്റെ പിന്തുടരാവകാശം ആരിലൂടെയെങ്കിലും ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചിട്ടാണ്. എന്നാൽ ഇസ്മയിൽ ജനിച്ചിരുന്നു. പക്ഷെ ഇസ്മയിൽ എവിടെയാണെന്നോ എങ്ങോട്ടാണോ പോയത് എന്ന് അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു. ഇസ്മായിൽ വഴി തൻ്റെ തലമുറയെ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നു എന്ന് ചിന്തിച്ചിട്ട്, ഇസഹാക്കിന് ഒരു കുഞ്ഞ് ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ട് അബ്രഹാം തീരുമാനിക്കുകയും കെതൂറ എന്ന ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ കെതൂറയെ വിവാഹം കഴിച്ചു. കെതൂറയിലൂടെ ഈ വായിച്ചു കേട്ടതായ മക്കൾ ജനിക്കുവാൻ ഇടയായിത്തീർന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, 6 കുഞ്ഞുങ്ങളാണ് കെതൂറ അബ്രഹാമിൻ ജനിച്ച കുഞ്ഞുങ്ങൾ. കെതൂറ മുഖാന്തരം അബ്രഹാമിന് 6 കുഞ്ഞുങ്ങളെയാണ് ദൈവം കൊടുക്കുവാനിടയായി തീർന്നത്. അവർ അവിടെ വളരുവാനിടയായി തീർന്നു. അങ്ങനെയിരിക്കെ ദൈവം റിബേക്കയോട് കനിയുവാനും റിബേക്ക
പ്രഗ്നൻ്റ് ആവുവാനും അവൾ 2 മക്കളെ പ്രസവിക്കുവാനും ഇടയായി തീർന്നു. അപ്പോൾ അബ്രഹാമിന് വളരെ സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്തത്. തൻ്റെ യഥാർത്ഥ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്ന്. അത് മനസ്സിലാക്കിയപ്പോൾ പണ്ട് സാറ അബ്രഹാമിനോട് പറഞ്ഞിരുന്നു, എൻ്റെ മകനുള്ള ഒരു അവകാശവും നിങ്ങളുടെ വെപ്പാട്ടികളുടെ മക്കൾക്ക് ഉണ്ടാകരുത് എന്ന് സാറ പറഞ്ഞിരുന്നത് അനുസരിച്ച് അബ്രഹാം തൻ്റെ വെപ്പാട്ടി എന്നുള്ളത് നമുക്ക് ദിനവൃത്താന്തങ്ങൾ 1:32 നമുക്ക് കാണുവാൻ സാധിക്കും. 1 ദിനവൃത്താന്തം 1:32 ഇങ്ങനെ പറയുന്നു, അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായ കെതൂറയുടെ പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാൽ, ഷൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കെതൂറയെ വെപ്പാട്ടിയായിട്ട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വെപ്പാട്ടി എന്ന കെതൂറയെ പറയുന്നു. അങ്ങനെ വെപ്പാട്ടികളുടെ പുത്രന്മാര് കെതൂറയെ അബ്രഹാം വിവാഹം കഴിക്കുന്നത് 140 വയസ്സിലാണ് കെതൂറയെ അബ്രഹാം വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അബ്രഹാം ആ കുഞ്ഞുങ്ങൾ അവിടെ വളർന്നു. ഇസഹാക്കിന് റിബേക്കയ്ക്കും 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അതോടൊപ്പം അബ്രഹാം എന്താണ് ചെയ്തത്? കെതൂറയുടെ മക്കളെയും കിഴക്കോട്ടുള്ള ദേശത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്ത് പറഞ്ഞയക്കുവാനിടയായി തീർന്നു. നമുക്ക് ഉൽപ്പത്തി 25 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്കുദേശത്തേക്ക് അയച്ചു. അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അവരെ കിഴക്കോട്ട് പറഞ്ഞയച്ചതിന് ശേഷം, ഇസഹാക്കിൻ്റെ അടുത്തുനിന്ന് അവരെ മാറ്റിയതിനു ശേഷം അബ്രഹാം മരിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇരുപത്തിനാലിൻ്റെ 67 വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇസഹാക്ക് റിബേക്കയെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവൻ അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നുപോയി. മരണദുഃഖം അവിടെ തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇസഹാക്ക് മക്കളുണ്ടായതിനു ശേഷം അബ്രഹാം കെതൂറയെയും, അതായത് തൻ്റെ വെപ്പാട്ടികളുടെ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് പറഞ്ഞയച്ചു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് ദിനവൃത്താന്തത്തിൽ തന്നെ ഹാഗറും കെതൂറയും കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഹാഗറും കെതൂറയും അബ്രഹാമിൻ്റെ വെപ്പാട്ടികൾ എന്ന്
വ്യക്തമാക്കുന്ന വചനം ദിനവൃത്താന്തങ്ങളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കെതൂറയുടെ മക്കൾ കിഴക്ക് ദേശത്തേക്കാണ് പോകാനിടയത്. ആ കിഴക്ക് ദേശം എന്ന് പറയുന്നത് മരുഭൂ പ്രദേശമാണ്. അവിടെയാണ് ഇഷ്മായേലും ഹാഗറും ഓടിപ്പോയ സ്ഥലം. ആ ഹാഗറിൻ്റെയും ഇഷ്മായേലിൻ്റെയും അടുത്താണ് ഈ കെതൂറയും മക്കളും ചെന്ന് എത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. അബ്രഹാമിൻ്റെ യഥാർത്ഥ മകനായ ഇസഹാക്ക് മാത്രമാണ് കൂടാരമടിച്ച് തൻ്റെ വസ്തുവകകളിൽ, തൻ്റെ സ്വത്തുവകയിൽ ജീവിക്കുവാൻ ഇടയായി തീർന്നത്. ആടുമാടുകളെ മേയിച്ച് അവർ ധനാഢ്യരായി ജീവിക്കുവാനിടയായി തീർന്നു. എന്നാൽ വെപ്പാട്ടികളുടെ മക്കളെല്ലാം ഉഴന്ന് നടക്കുന്ന ബിസിനസ്സുകാരായിരുന്നു. അവർ ഒരു സ്ഥലത്ത് തന്നെ പാർക്കുന്ന വ്യക്തികൾ അല്ലായിരുന്നു. അബ്രഹാം പല സ്ഥലത്ത് പാർത്താണ് അവസാനം സ്വന്തം ദേശത്ത് വന്ന് പാർക്കുവാൻ ഇടയായി തീർന്നത്. അതുപോലെ ഈ വെപ്പാട്ടികളുടെ മക്കളും ഒരിടത്ത് തന്നെ പാർക്കാതെ അവർ ദേശങ്ങളിൽ കടന്നു ചെന്ന് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. കെതൂറയുടെ മക്കൾ സുഗന്ധദ്രവ്യങ്ങളും സ്വർണവും ബിസിനസ് ചെയ്യുന്ന, ഇന്റർനാഷണൽ രീതിയിൽ ബിസിനസ് ചെയ്തിരുന്ന വ്യക്തികൾ ആയിരുന്നു. മിദ്യാൻ എന്ന കെതൂറയുടെ പുത്രനിലൂടെ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിനായിട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ മിദ്യാന്യരും ഇസ്രായേലിയരും ഗിദെയോനും, അതായത് മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് തങ്ങളുടെ രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകൻ്റെ മകനും എന്ന് പറഞ്ഞു. അനന്തരം ഇസ്രായേലിയർ ഗിദെയോനോട്, നീ ഞങ്ങളുടെ മിദ്യാന്റെ കയ്യിൽ, ന്യായപ്രമാണ പുസ്തകത്തിൽ 28-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. ഇസ്രായേലിയർ ഗിദെയോനോട് പറയുന്നത്, മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മരുമകനും മകളും നിന്റെ മകനും മകൻ്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനും ആകയില്ല, യഹോവ അത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിട്ട് കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ ഇഷ്മായേല്യർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു. അതായത് അവർ കൊള്ളയിട്ട സ്ഥലത്ത് ഇഷ്മായേല്യരുടെ സ്ഥലമായിരുന്നു. ആ ഇഷ്മായേല്യരുടെ ആണ് പൊൻകടുക്കൻ ഇട്ട് വന്നിരുന്ന വ്യക്തികൾ. അതായത് അബ്രഹാമിൻ്റെ പാരമ്പര്യം അനുസരിച്ച് അവർ പൊൻകടുക്കൻ ഇടുന്നവരായിരുന്നു. അപ്പോൾ പൊൻകടുക്കൻ ഇട്ടിരുന്നത് കൊണ്ട് ഇഷ്മായേല്യരുടെ ആൾക്കാരാണെന്ന് മിദ്യാന്യർക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അവർ ഒരുമിച്ച് ചേർന്ന് പിന്നെ ബിസിനസ്സുകൾ ചെയ്യുകയും അവർ രാഷ്ട്രം രൂപീകരിക്കുകയും ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുവാനുള്ള പങ്ക് വളരെയധികം അവർ എടുക്കുകയും ചെയ്തു. ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി. മിദ്യാന്യർ ദൈവഭയം ഉള്ളവരായിരുന്നു. അവർക്ക് ഇസ്രായേലിയരുടെ സ്വഭാവമുണ്ടായിരുന്നു. മിദ്യാന്യർക്ക് ദൈവഭയം, അതായത് യഹോവയിൽ ഭയമുള്ള വ്യക്തികളായിരുന്നു. കാരണം അവർ പഠിച്ചു വളർന്നത് അബ്രഹാമിൻ്റെ ഭവനത്തിലായിരുന്നു.
കെതൂറയുടെ മക്കളായിരുന്നു. അതുകൊണ്ട് അവർ ദൈവഭയത്തിലാണ് വളർന്നത്. അവർ കിഴക്ക് പ്രദേശത്ത് പോയെങ്കിലും അവർ ദൈവഭയത്തിൽ തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളുടെ സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം അവർ അബ്രഹാമിൻ്റെ മക്കളായതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളുടെ സ്വഭാവം ഉണ്ടായിരുന്നു. ഇതാണ് നാം ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചപ്പോൾ കാണുവാൻ സാധിച്ചത്. അവർ അബ്രഹാമിനെ പോലെ അലഞ്ഞ് നടന്നിരുന്നവരാണ്. എന്നാൽ അബ്രഹാം 175-ാം വയസ്സിൽ മരിച്ചപ്പോൾ അബ്രഹാമിനെ അടക്കിയത് ഇസഹാക്കും ഇഷ്മായേലും ഒരുമിച്ചാണ് അബ്രഹാമിനെ അടക്കുവാനിടയായി തീർന്നത്. എന്നാൽ കെതൂറയുടെ മക്കൾ ആരും അവിടെ ഇല്ലായിരുന്നു. കാരണം അവർ പല ദേശങ്ങളിൽ കടന്നുപോയി ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അവർ ദേശം മുഴുവൻ ഇന്റർനാഷണൽ ലെവലിൽ, അതായത് പല രാജ്യങ്ങളിലും കടന്നുപോയി അവർ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരുന്നത് കൊണ്ടാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. തൻ്റെ പിതാവ് മരിച്ചത് അവർക്ക് അറിയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് ആ അടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അവർ പല ദേശങ്ങളിൽ കടന്നുപോയി അവർ ബിസിനസ് ചെയ്യുന്നവരായിരുന്നു കെതൂറയുടെ മക്കൾ. അങ്ങനെ അബ്രഹാമിന് ഒരു 3-ാമത്തെ ഭാര്യയും അതിൽ 6 മക്കളും ഉണ്ടായിരുന്നു. ഇതാണ് കെതൂറയെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ.